ബന്ധം എല്ലാ പാർട്ടിക്കാരും നടത്താറില്ല. അല്ല, എല്ലാ പാർട്ടിയും നടത്തുകയാണെങ്കിൽ ഏത് പാർട്ടി ചെയ്യുന്ന ബന്ധവും തെറ്റാണ്. അതിന് ഞാൻ എന്റെ പാർട്ടി ചെയ്യുന്നത് ശരിയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. നമ്മളൊരു കോമൺ മാൻ ആവണം ആദ്യം, പിന്നെ പാർട്ടിക്കാരനാവണം, പിന്നെ ഇതൊക്കെ ഇത് നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ ഈ നാട് നന്നാവില്ല. നമ്മൾ വെറും ഒരു പാർട്ടി ലൈനിലോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മൊത്തം ജനങ്ങൾക്കും നാടിനും വേണ്ടി സംസാരിക്കണം. നമ്മളെ നാടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. മൻമോഹൻ സിംഗ് ലാസ്റ്റ് ഗവൺമെന്റിൽ പെട്രോൾ വില കുറച്ചു. അപ്പൊ നിങ്ങൾ എന്താ ഒരു ആഘോഷം കൊണ്ടാടിയോ? ഇവിടെ ആദ്യമായിട്ടായിരുന്നു ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. എന്നിട്ട് എന്തൊരു ചെയ്തു? അപ്പൊ പറഞ്ഞു അത് ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ കുറഞ്ഞു, അങ്ങനെ കുറച്ചു. ഓക്കെ, അതേമാതിരി ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിയപ്പോ ഇതിനെ കൂട്ടി, അത്രയല്ലേ എടുക്കാൻ പാടില്ലുള്ളൂ ഇതും. സോ യു ആർ ട്രൈങ് ടു മേക്ക് ഒരു ജനങ്ങളുടെ ഇടയിൽ പെട്രോൾ ഡീസൽ നമ്മൾക്ക് ഡെയിലി വേണ്ട ഒരു സാധനം ആയതുകൊണ്ട് അതുകൊണ്ട് ഇതിനെ അവര് എൻകാഷ് ആക്കാൻ നോക്കുകയാണ് ജനങ്ങളെടുത്ത്. ഞങ്ങൾ ഇതിനെ എഗെയിൻസ്റ്റ് ഇവരുണ്ടാവുമ്പോ എന്ത് ചെയ്തു? ഇപ്പൊ ഇന്ന് കേരളത്തിൽ ലെഫ്റ്റ് പാർട്ടിയാണ്, കർണാടകയിൽ BJP ആണ്, ഇവിടെ ഒന്നും കോൺഗ്രസ് ഭരിക്കുന്നില്ല, തമിഴ്നാട്ടിൽ DMK ആണ്. ഓക്കെ, ഇവര് സ്റ്റേറ്റിൽ ഇവര് ടാക്സ് ഇടുന്നുണ്ട് പെട്രോളിനും ഡീസലിനും. അതിനെ ഫ്രീ ആക്കട്ടെ ഇവര് പറ്റുവാണെങ്കിൽ നോക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ വില കൂട്ടിയത്, ഇവർക്ക് അതാണല്ലോ വലിയ ബേജാറ്. ഓക്കെ, ഇവർ ഭരിക്കുന്ന എല്ലാ നാട്ടിലും സെയിൽ ടാക്സും വാറ്റ് ടാക്സും എല്ലാം പെട്രോളും ഡീസലിന്റെ മേലെ എടുക്കട്ടെ, 2-3 രൂപ കുറയും. ഇവരെ കൊണ്ട് പറ്റുമോ? ഓരോ രാഷ്ട്രീയക്കാർക്കും അവരുടെ കാഴ്ചപ്പാട്. അത് പാടില്ല. നമ്മൾ മൊത്തം നാട്ടിനും വേണ്ടിട്ട് ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. പവർ ഒരുത്തിന് 5 വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു പാർട്ടിനെ എലക്ട് ചെയ്താൽ 5 വർഷം അവർ ഭരിക്കട്ടെ. അവര് നെക്സ്റ്റ് 5 വർഷം കൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്തു അടുത്ത 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കില്ലേ? ജനങ്ങൾ എന്താ വിഡ്ഢികളാണ്? ഈ ബന്ധമൊക്കെ വേണ്ടാന്നായിരിക്കും എല്ലാ ആൾക്കാരും പറയാ. ഈ 2 രൂപന്റെ 1 രൂപന്റെ വില കയറ്റത്തിന് ഒരു ഇടീ നാടിനെ ബന്ധാക്കുക, ഇതൊക്കെ വളരെ വലിയൊരു ഇതാണ്. സുഹൃത്തുക്കളെ, ബന്ദ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും ബന്ദ് വേണ്ടാമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും നാടാണ് ഇത്. ഇതിൽ ഏതാണ് വിജയിക്കാൻ പോകുന്നുള്ളത് ജനം തന്നെ തീരുമാനിക്കും. നേതാക്കന്മാര് യഥാർത്ഥം ജനങ്ങളോട് പറയണം. ജനങ്ങൾക്ക് എന്ത് വേണം അത് മാത്രം പറഞ്ഞിട്ട് എപ്പോഴും പവറിലിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ഞാനല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് ഇഷ്ടം അതിനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ MLA ആയി വരാന്ന് വിചാരിച്ചാൽ ഐ എം സോറി. ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ശരി, എന്ത് ചെയ്താലാണ് ഈ ജനങ്ങൾക്കും ഈ നാട്ടിനും നല്ലതാവുക. ഞാൻ MLA ആയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നാടും ജനങ്ങൾക്കും നല്ലതാവണം. അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു ഡയറക്ഷനിലാണ്. നമ്മുടെ നാട്ടിന് എന്ത് നല്ലത് വേണം അത് നമ്മൾ ചെയ്യാം. എല്ലാ ലീഡറും, മഹാത്മാഗാന്ധി വേണമെങ്കിൽ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ലായിരുന്നോ? എന്തുകൊണ്ടായില്ല? അയാൾ വിചാരിച്ചത് ഈ നാട്ടിന് നല്ലതാവണം, ജനങ്ങൾക്ക് നല്ലതാവണം എന്നാണ്. അയാളൊരു നമുക്കൊരു ലൈൻ കാണിച്ചു തന്ന് പോയിട്ടുണ്ട്, ഒരു മാർഗം. അപ്പൊ ആ ഒരു മാർഗത്തിൽ നമ്മളൊക്കെ പോകാൻ പറ്റണം. നമ്മളും എല്ലാവരും നല്ലത് ചെയ്യണം. നിങ്ങൾക്കും അങ്ങനെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു ഓഫർ ചെയ്തിട്ട് ഒരു സ്പോൺസർഷിപ്പ് തരാ, ഇന്നാളെ TV-യിൽ എടുത്തിട്ട് നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കാൻ പാടില്ല. അയാൾ ആരാന്ന് മനസ്സിലാക്കണം, അയാൾ എന്താ ഉദ്ദേശം മനസ്സിലാക്കണം, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൊണ്ട് എന്താ നല്ലത് സംഭവിക്കാൻ നോക്കണം. അല്ലാണ്ട് വെറുതെ ഇന്ന് മീഡിയ ഈസ് ബിഗ്ഗസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദി സൊസൈറ്റി. You can trend, you can set the trend for society. So you should also, I appreciate there are 90% good journalists in our society. That is why at least so much good things are happening here. You should tell us, you should enlighten us, you should enlighten the society. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും, it is very important that we all believe that we are all Indians and we have to love this country. We need to be belonging to a bigger India than to small states. I truly believe that first we have to be good human beings. Good human beings are human beings who will help other human beings. പിന്നെ നമ്മൾ ആദ്യം നല്ല മനുഷ്യരാവുക, അതിനുശേഷം നമ്മൾ ഏത് ജാതിയിലായാലും പ്രശ്നമല്ല. നമ്മൾ മനുഷ്യരാവാണ്ട് ഏത് ജാതിയിൽ നമ്മൾ പെട്ടാലും വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സൊസൈറ്റിക്ക്. അതുകൊണ്ട് നമ്മൾ ആദ്യം നല്ല മനുഷ്യരാവുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻസ് ആവുക, പിന്നെ നമ്മൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ഏതായാലും ഈ നാട്ടിനും ഈ ലോകം മൊത്തം എല്ലാവർക്കും നല്ലതാവും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാണ്ട് നമ്മൾ എല്ലാവരും എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കഴിയുന്നതും നമ്മളെ മക്കളെ പഠിപ്പിക്കുക, മറ്റവരെ മക്കളെയും കൂടി പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്.
ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും it will be fully independent only when 100% education is there in our country. Every citizen of this country should be educated. That is the day when India will truly be independent. I think with this, all of us, let us feel more proud being Indians. Jai Hind. എന്തായാലും താങ്കളെ പോലുള്ള വ്യക്തിത്വങ്ങൾ മറ്റുള്ളവരുടെ വേദനയെ തിരിച്ചറിയാൻ അതിനെ സഹായിക്കാനുമുള്ള ആ ഒരു മനസ്സുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സ്നേഹം, ബന്ധം, കാരുണ്യം, ഇതെല്ലാം ഇന്നും തിരിച്ചു വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം MLA-മാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്കും പിന്തുണ പ്രഖ്യാപിക്കാം. എന്തായാലും കേരള വിഷൻ്റെ സഫലമീ യാത്ര എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും സമയം താങ്കളുടെ ഈ തിരക്കേറിയ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക വളരെ തിരക്കേറിയ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ചിലവഴിച്ചതിന് താങ്കൾക്കുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. ഞങ്ങളുടെയും ചാനലിൻ്റെയും പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.